ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇതുപോലെ ഒന്ന് മുറിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മുറിച്ചിടുക. വലുതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും. മുറിച്ചിടുമ്പോൾ അധികം സമയം നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 1-2 വിസിൽ വരണ വരെ വേവിച്ചെടുക്കും. ഉരുളക്കിഴങ്ങിനനുസരിച്ച് വേവിക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ സവോള മുറിച്ചെടുക്കണം. സവോള തൊലി കളഞ്ഞ് നമുക്ക് ഒന്ന് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചതച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാളയ്ക്ക് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ചിട്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു വെജിറ്റബിൾ ചോപ്പറിൽ അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ മുറിച്ചെടുക്കാൻ ഒരുപാട് സമയം അത്യാവശ്യം വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ വലിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. അപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, കറിവേപ്പില എല്ലാം കൂടി ഒരു വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ടിട്ട് നല്ല ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അയില, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ മുള്ളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള കട്ട്ലേറ്റാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അത് വെജിറ്റബിൾസൊക്കെ മുറിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മധുരമുള്ള ബ്രെഡ്, അതായത് സ്വീറ്റ് ബ്രെഡ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിനൊരു മധുര രസമായിരിക്കും ഉണ്ടാകും. ഇനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് നല്ല പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ പൊടിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഇത് പൊടിച്ചെടുക്കണത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി ഞാനിതൊന്ന് ചൂടാക്കി എടുക്കണം ചെയ്യണത് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഈ ഒരു ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇളക്കി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2-3 പ്രാവശ്യം ഞാൻ പൊടിച്ചെടുക്കണമെന്നും കൂടിയും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം ചെയ്യണത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് കേടുവരെ കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സെയിം കടായിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾ ചോപ്പറിൽ മുറിച്ച് വെച്ച എല്ലാ ഐറ്റംസും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരണം. പിന്നെ ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളികളൊക്കെ ആ ഒരു പച്ചമണം അപ്പോഴേക്കും മാറിയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കണത്. നന്നായിട്ട് അവിടെ ഇരുന്ന് ഒന്ന് വഴന്ന് വന്നിട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഞാൻ ഒരു 2 വിസിൽ വരണ വരെയാണ് വേവിച്ചെടുത്തത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇത് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ളതിനേക്കാളും കൂടുതലുണ്ട്. കട്ട്ലേറ്റിന് ഒരുപാട് ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി നമ്മൾ വഴച്ചെടുത്തത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഒരുപാട് അളവിൽ വേണ്ട. പിന്നെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴും ഒരുപാട് സ്പൈസി ആയിട്ട് മാറും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്ക് ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു.
ബാക്കി കാര്യങ്ങളിലൊക്കെ ചേർക്കുമ്പോൾ ഇനി കാര്യങ്ങളൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ആ മീൻ മുള്ളൊക്കെ കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം സമയമില്ലാത്ത കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ആ ഒരു മീനിൻ്റെ ഒരു ഫ്ലഷ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടുണ്ട്, അതാണ് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് ഒരുപാട് കൂടണ്ട. ഒരുപാട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫിഷ് കട്ട്ലേറ്റ് അല്ലേ, അപ്പോൾ ആ ഒരു മീനിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ ആയിരിക്കണം ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർക്കുന്നത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഷേപ്പ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടിയും ചേർത്തിട്ട് ഞാനൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിച്ച് വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. പിന്നെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള. കണ്ടില്ലേ, അപ്പോൾ എല്ലാം കൂടി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാലയുടെ അളവൊന്നും കൂടി പോകണ്ട, ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ ആയിരിക്കണം ശരിക്കും പറഞ്ഞ ഈ ഒരു കട്ട്ലേറ്റിൽ നന്നായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ കട്ട്ലേറ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഞാനൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പിസ ഉണ്ടാക്കിയിരുന്നല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഹോം മെയ്ഡ് പിസ്സ സോസ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ പിസ്സ സോസ് ബാക്കി ഉണ്ടായിരുന്നു. ആ പിസ്സ സോസ് എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യരുതല്ലോ. അപ്പോൾ ഇതിപ്പോൾ വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് ആ ഒരു പിസ്സ സോസ് ചേർത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. നമ്മളിത് ഡ്രൈ ആക്കി എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൽ അത്യാവശ്യം ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്താലും മതി കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഞാനിവിടെ ഇറ്റാലിയൻ ഹെർബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒറിഗാനോ ബേസിൽ ഫ്ലേക്സ്. അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചേർക്കാം. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കാണെങ്കിലും ഈ ഒരു ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യണതാണ്. ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഓണിയൻ പൗഡറും അതുപോലെ ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഒന്ന് തണുത്ത് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാം. എല്ലാവരുടെയും ഒരേ തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ മാറ്റിയെടുക്കാം. ഇത് നമുക്കിപ്പോൾ ഫ്രീസ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്നാക്സൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഹോം മെയ്ഡ് സ്നാക്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ലതല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഫ്രോസൺ സ്നാക്സൊക്കെ ഉപയോഗിക്കണേക്കാളും എപ്പോഴും ഹോം മെയ്ഡ് ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ ആ ഉരുളക്കിഴങ്ങിൽ ബേസിൽ ഫ്ലേക്സ് ഒറിഗാനോ ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുത്തിരുന്നില്ലേ, അതും ഇതുപോലെ ഉരുളകളാക്കി മാറ്റുക. അതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോളാക്കി കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കണത്. അപ്പോൾ ചീസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു ഭാഗം കൂടെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എന്താ പറയുക, ഒരു റൗണ്ട് ഷേപ്പിൽ, ഒരു ബോളിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ ആക്കി എടുക്കണം കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ എന്താ പറയുക, പെട്ടെന്നൊരു സ്നാക്ക് റെഡിയായി. ഒരു ചീസ് ബോൾസിൻ്റെയൊക്കെ ഒരു രീതിയിൽ, പക്ഷേ ചീസ് ബോൾസ് അല്ല, എന്താ പറയുക, പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയ്ക്ക് ചെയ്തതാണ്. പക്ഷേ നല്ലൊരു സ്നാക്ക് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചീസ് കാര്യങ്ങളൊക്കെ മെൽറ്റായി വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 2 മുട്ട ഇതിന് വേണ്ടിയിട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ള മാത്രമൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നത്, മുട്ടയുടെ ആ ഒരു യോക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് മുട്ടയ്ക്ക് പകരം അത് ഉപയോഗിക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു കട്ട്ലേറ്റ്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു മുട്ടയിൽ മുക്കിയിട്ട് ഞാൻ ഈ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം മുക്കുമ്പോഴും ഈ ഒരു ബ്രെഡ് ക്രംസ് ഒരുപാട് ഇങ്ങനെ വെറ്റായിട്ട് വരും. അപ്പോൾ അത് കാരണം ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം, കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ബ്രെഡ് ക്രംസിൽ കട്ട്ലേറ്റ്സ് എല്ലാം കോട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിങ് കിട്ടും, ഒന്നും കൂടി കട്ട്ലേറ്റ് ക്രിസ്പി ആയിട്ട് മാറുന്നുണ്ട്. ഞാൻ 1 പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ.
ഈ ഒരു രീതിയിൽ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോഴേക്കും പിന്നെ കുട്ടികൾ വന്നു അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ ഇനി അവിടെ വെച്ചോ, അതിന് മുകളിൽ വെച്ചു, അവിടെ വെച്ചു. കുഴപ്പമില്ല, സാറില്ല, ഇറ്റ്സ് ഓക്കെ. സെയിം ഷേപ്പ് തന്നെ ഉണ്ടാവണം, അതാ. പിന്നെ അത് നന്നായി പറ്റി പിടിക്കണം. അത് മതി മതി. എത്ര പേരാലേ ഹെൽപ്പ് ചെയ്യാൻ, അത് കാരണം വേഗം കഴിഞ്ഞു. എന്തോ അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉരുട്ടിയെടുക്കലും ഒരു ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് കുറച്ച് സമയം ഫ്രീസറിൽ മാറ്റി വയ്ക്കണം കേട്ടോ ചെയ്തത്. ഒന്ന് ഫ്രീസറിൽ വയ്ക്കണമെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്, അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കും, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാനൊരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു ഉരുളക്കിഴങ്ങും ചീസും കൂടിയും ചേർത്ത് നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കിയില്ലേ, അതാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് അത് ക്രിസ്പി ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴേക്കും ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ആ ഒരു ചീസൊക്കെ ഇങ്ങനെ മൊസറല്ല ചീസല്ലേ ചേർത്തെടുത്ത് അതൊക്കെ വലിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ട്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ഞാനത് ഷാലോ ഫ്രൈ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോവും ചീസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് സമയം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ചീസൊക്കെ ഒരുപാട് അങ്ങോട്ട് മെൽറ്റായി അത് ഭയങ്കര ഷേപ്പ്ലെസ് ആയിട്ട് മാറും കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ കട്ട്ലേറ്റ്സും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല എന്താ പറയുക, ഹോം മെയ്ഡ് കട്ട്ലേറ്റ്സ് എന്ന് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഇതുപോലുള്ള സ്നാക്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റി അല്ലേ. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ സ്നാക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാൻ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൂടെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി സ്നാക്കാന്ന് തന്നെയാണ് പറഞ്ഞത്. കട്ട്ലേറ്റ് പിന്നെ അല്ലെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിപ്പോൾ ഒരു പുതിയ സ്നാക്ക് എന്നുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ വന്നു കേട്ടോ. പിന്നെ അത് ഈ കട്ട്ലേറ്റ്സൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ബാക്കിയുള്ളതും അങ്ങോട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ, ഈ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഈ റമദാൻ്റെ സമയത്താണ് കൂടുതൽ പേരും ഇതുപോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്തൊക്കെ വെക്കാം. പ്രത്യേകിച്ച് ഒരുപാട് പേര് ഈ ഫ്രോസൺ സ്നാക്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റെഡിയാക്കി കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട്ലേറ്റ്സും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുള്ള ഐറ്റംസാണ് ഇതുപോലുള്ള കട്ട്ലേറ്റ്സ് എന്നുണ്ടെങ്കിലും നേരത്തെ ഉണ്ടാക്കിയ ഒരു പൊട്ടറ്റോ ചീസ് ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ തയ്യാറാക്കി അപ്പോൾ തന്നെ ചൂടോടുകൂടി പെട്ടെന്ന് കാലിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. കട്ട്ലേറ്റും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.